എന്നത്തെയും പോലെ അലർച്ചി ഒന്നും കേൾക്കാനില്ലല്ലോ. എന്തു പറ്റി? ഇനി അവൾക്ക് പല്ലുവേദന വല്ലതും ആണോ? ഓ, അതിനുള്ള ഭാഗ്യമൊന്നും എനിക്കുണ്ടാവാൻ വഴിയില്ല. പല്ലൊക്കെ നല്ല സ്ട്രോങ് ആണ്. കഴിഞ്ഞ ആഴ്ച പുറകിൽ കൂടെ ചെന്ന് വട്ടം പിടിച്ച് കവിളിലൊരു ഉമ്മ കൊടുത്തപ്പോൾ മനുഷ്യൻ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് ചോദിച്ച് ചുമരിൽ തന്ന കടി, ഓ, ഓർക്കുമ്പോൾ തന്നെ ജീവൻ പോകുന്നു. പുതപ്പ് മാറ്റി സമയം നോക്കിയപ്പോൾ 7:30. കാപ്പിയും ചോറും ഒക്കെ റെഡിയായി കാണും. മക്കൾ എഴുന്നേറ്റ് പോയിട്ടുണ്ട്. സാധാരണ അവരെ വിളിച്ചുണർത്തുന്നത് കേട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഇന്നലെ സന്തോഷിൻ്റെ വക ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യയ്ക്ക് ട്രാൻസ്ഫർ ഇവിടുത്തെ ബ്രാഞ്ചിലേക്ക് കിട്ടിയതിൻ്റെ ചിലവ്. വന്നപ്പോൾ താമസിച്ചു പോയി. ഇത്തിരി വീശിയത് കൊണ്ട് കോംപ്രമൈസ് ഒന്നും നടക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് പിള്ളേരുടെ അടുത്തേക്ക് തിരിഞ്ഞു മിണ്ടാതെ കിടന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. കരച്ചിലും പിഴിച്ചിലും ഒക്കെ നടന്നു കാണും. പക്ഷെ ബോധം കേട്ട് ഉറങ്ങിയത് കൊണ്ട് കേട്ടില്ല. മുണ്ട് വലിച്ചെടുത്തുകൊടുത്ത് സുരഭി എന്ന് നീട്ടി വിളിച്ച് ഹാളിലേക്ക് ചെന്നപ്പോൾ മക്കൾ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾ ടാറ്റ തന്ന വഴിയിലേക്ക് ഇറങ്ങുന്നത് നോക്കി നിന്നപ്പോൾ മുറ്റം തൂക്കുന്ന സുരഭിയെ കണ്ടു. മൈൻഡ് ഒന്നുമില്ല. ഇല്ലെങ്കിൽ പ്രദീപേട്ട എന്ന് വിളിച്ച ഒറ്റ ശ്വാസത്തിന് ഒരു 10,000 കാര്യങ്ങൾ പറയുന്നവളാണ്. ഞാനും മൈൻഡ് ചെയ്തില്ല. ഇത്രയും സമാധാനത്തോടുള്ള ഒരു പ്രഭാതം എന്തിനാ അവളോട് ചൊറിഞ്ഞ് നശിപ്പിക്കണം? പത്രമെടുത്ത് വാർത്തകൾ മറിച്ചു നോക്കവേ സുരഭി അടുത്ത് വന്നു. പ്രദീപേട്ട, നിങ്ങൾക്കെന്നെ മടുത്തെങ്കിൽ ഉപേക്ഷിക്കൂ. ഇന്നലെ രാത്രി മൊത്തം ഞാനിരുന്ന് കരയുന്നത് കണ്ടിട്ട് നിങ്ങൾക്കൊരു സങ്കടവും തോന്നുന്നില്ല അല്ലേ? മുഖമുയർത്തിയില്ലെങ്കിലും അവളുടെ ഡയലോഗ് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. എന്താ നിങ്ങൾ മിണ്ടാത്തത്? ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലേ? കേൾക്കാതിരിക്കാൻ ഞാൻ പൊട്ടനൊന്നുമല്ല സുരഭി. ഇന്നലെ ഒരു പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞതല്ലേ? അതാണ് ലേറ്റ് ആയതെന്നും നിനക്കറിയാം. പിന്നെ എന്തിനാ ഈ നാടകമൊക്കെ? ചുമ്മാ രാവിലെ തന്നെ മനസ്സ് മടുപ്പിക്കാൻ. നിനക്ക് അടുക്കളയിൽ പണിയൊന്നുമില്ലേ? അതെ, നിങ്ങൾക്കിപ്പോൾ എല്ലാം മടുപ്പാണല്ലോ. എന്നെ അടുക്കളയിൽ കിടന്ന് നരകിക്കാൻ എനിക്ക് മനസ്സില്ല. ഇല്ലെങ്കിൽ വീട്ടിൽ പോടി. എന്ന് നീ വന്ന് തലയിൽ കയറിയോ അന്ന് പോയതാണ് എൻ്റെ സമാധാനം. എങ്കിൽ പിന്നെ കെട്ടിയപ്പോൾ കൊള്ളാവുന്ന ഒന്നിനെ കെട്ടാൻ മേലായിരുന്നോ? നിറവും സൗന്ദര്യവും എനിക്കില്ലാത്തത് കൊണ്ടല്ലേ? നിങ്ങളുടെ ഓഫീസിലെ തടിച്ചു കൊഴുത്ത പെണ്ണുങ്ങളുടെ തടിപ്പൊന്നും എനിക്കില്ല. എന്നെ കൊണ്ട് കളഞ്ഞേക്ക്. അത്രയുമായപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. കസേരയിൽ നിന്നും പത്രം വലിച്ചെറിഞ്ഞ് എഴുന്നേറ്റു. സുരഭി, വൃത്തികേട് പറയരുത്. മനസ്സിൽ പോലും അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഞാൻ പറയും, നിങ്ങൾക്കിപ്പോൾ അവളുമാരെയൊക്കെ മതി. കരിയും പുകയും കൊണ്ടുകിടക്കുന്ന എന്നെ വേണ്ട. പെട്ടെന്ന് വന്ന ദേഷ്യത്തിന് കൈവീശി ഒന്ന് കൊടുത്തു. അന്ന് ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ മേശമേൽ കാപ്പിയും ഉച്ചയ്ക്കുള്ള പുതുചോറും കണ്ടെങ്കിലും എടുത്തില്ല. അവളെ കിട്ടിയപ്പോൾ അമ്മായിമാരൊക്കെ പറഞ്ഞിരുന്നു പ്രദീപിന് ഇതിലും നല്ലൊരു പെണ്ണെ കിട്ടുമായിരുന്നു എന്നൊക്കെ. പക്ഷെ എൻ്റെ സങ്കല്പങ്ങൾക്കൊത്തിരി പെണ്ണായിരുന്നു സുരഭി. അത്യാവശ്യം സൗന്ദര്യം, ലോകപരിചയം, വിദ്യാഭ്യാസം, നല്ല സംസാര രീതി, ഇതൊക്കെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. പക്ഷേ വർഷങ്ങൾ കഴിയും തോറും അവളുടെ ലോകം എന്നിലേക്ക് കൂടുതൽ കൂടുതൽ ചുരുങ്ങി. ഈ പെണ്ണുങ്ങൾ ജോലിക്ക് പോകാതെ വീട്ടിലിരുന്നാൽ ബുദ്ധിമുട്ടുക ഭർത്താക്കന്മാരാണ്. ഊണിലും ഉറക്കത്തിലും അവർക്ക് നമ്മുടെ ചിന്തയെ കാണും. 100 കൂട്ടം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആണുങ്ങൾക്ക് കിട്ടുന്നത്ര തിരിച്ചു കൊടുക്കാൻ പറ്റാറില്ല. വൈകിട്ട് നേരത്തെ ചെന്നുവെങ്കിലും അവളോട് മിണ്ടിയില്ല. കുഞ്ഞുങ്ങളോട് സംസാരിച്ചും ഫോണിൽ കയറിയുമൊക്കെ ഉറങ്ങാൻ നേരമായി. അത്താഴം കഴിഞ്ഞ് കിടക്കുമ്പോൾ മക്കളെ പുതപ്പിച്ച് ലൈറ്റ് ഓഫ് ചെയ്യാൻ പോകുന്ന അവളെ ഒന്ന് പാളി നോക്കി. ഒറ്റ ദിവസത്തെ പിണക്കത്തിൻ്റെ ആണോ ഇത്ര ക്ഷീണം? മുഖം വല്ലാണ്ട് വിളറിയിരിക്കുന്നു. ഇവിടെ നിന്നൊന്നും കഴിച്ചില്ലേ? ചോദിക്കണമെന്നും ചേർത്ത് പിടിച്ച് അടിച്ച കവളിൽ തലോടണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ തോൽക്കാൻ വയ്യ. എന്തേലും ചോദിച്ചാൽ പെണ്ണ് തലയിൽ കയറും. പിന്നെ 2 എണ്ണം കൂടെ കൊടുത്തു പോകും. അല്ലെങ്കിലും മറ്റു പെണ്ണുങ്ങളെ ചേർത്ത് പറയുന്ന പതിവ് ഇത്തവണത്തോടെ നിർത്തിക്കണം. അതിന് 2 ദിവസം ചാടിയിട്ട് നിൽക്കാം. അടി കിട്ടിയത് കൊണ്ടാവും അവളും കലിപ്പിലാണ്. രാത്രി ഉറക്കം ശരിയാവുന്നില്ല. അവളെ ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ കിട്ടുന്ന സുഖം പിണങ്ങി കിടക്കുമ്പോൾ ഉറക്കം കെടുത്തുന്നു. അവളും ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. ഞരക്കമൊക്കെ കേൾക്കാം. ഇടയ്ക്ക് തേങ്ങലും. ഇനി എന്തേലും അസുഖമാണോ? ആണെങ്കിൽ പറയട്ടെ, അല്ലാണ്ട് അങ്ങോട്ട് ചെന്നിപ്പോൾ ചോദിക്കുന്നില്ല. എപ്പോഴോ മയങ്ങി എഴുന്നേറ്റപ്പോൾ സമയം ഒരുപാടായി. ഓഫീസിൽ ചെല്ലുമ്പോൾ താമസിക്കും ഉറപ്പ്. പെട്ടെന്ന് റെഡിയായി ഇറങ്ങുമ്പോൾ വാതിൽക്കൽ അവൾ മുഖമൊക്കെ കൂടുതൽ വിളറി, കണ്ണൊക്കെ കുഴിഞ്ഞു ഒരു പേയ്ക്കോലം പോലെ. എനിക്ക് കുറച്ച് പൈസ വേണം. ഹോസ്പിറ്റലിൽ പോകണം. സുഖമില്ല. അവൾ മുഖത്ത് നോക്കാതെ പറഞ്ഞു. സമയം ഒരുപാട് പോയതിനാൽ ഞാൻ കൂടുതൽ ചോദിക്കാതെ ദേഷ്യത്തിൽ പറഞ്ഞു. ഇന്നലെ നിനക്ക് പറയായിരുന്നല്ലോ. അപ്പോൾ പിണക്കം. എവിടെ പോകണേലും നാളെ പോകാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസയില്ല. ATM നിന്നും എടുക്കണം. വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ പുറകിൽ നിന്നും കേട്ടു. അല്ലേലും എനിക്കറിയായിരുന്നു എങ്ങനെയൊക്കെ പറയുമെന്ന്. എനിക്ക് എന്തേലും വന്നാലും പ്രദീപേട്ടനെന്താ, വേറെ ആളെ കിട്ടുമല്ലോ. ഞാൻ മരിച്ചു പോട്ടെ. ദേഷ്യം കടിച്ചമർത്തി രൂക്ഷമായെന്ന് നോക്കി വണ്ടി എടുക്കുമ്പോൾ തല പുകയുകയായിരുന്നു.
ലഞ്ച് ബ്രേക്ക് ടൈമിൽ അവളുടെ കോൾ എടുക്കാൻ തോന്നിയില്ല. അത്ര കടുപ്പമായിരുന്നല്ലോ രാവിലത്തെ പ്രകടനം. വീണ്ടും വീണ്ടും ഫോൺ അടിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആക്കി. KSFE വരെ പോകേണ്ടതുകൊണ്ട് നേരത്തെ ഓഫീസിൽ നിന്നും ഇറങ്ങി. വീട്ടിൽ ചെന്നപ്പോൾ ആളനക്കമൊന്നുമില്ല. മക്കളെത്തിയില്ലേ? ബെല്ലടിച്ചപ്പോൾ ഡോർ തുറന്ന് ഇറങ്ങി വന്നത് അടുത്ത വീടുകളിലെ 2 ചേച്ചിമാരാണ്. എന്തോ ഒരു പരവേശം. എന്തു പറ്റി സുരഭിക്ക്? പ്രദീപ് ടെൻഷനാവണ്ട, വേഗം മെഡിക്കൽ ട്രസ്റ്റിലേക്ക് ചെല്ല്. സുരഭി അഡ്മിറ്റാണ്. ഉച്ചയ്ക്ക് ബ്ലീഡിംഗ് തുടങ്ങി. ലത ചേച്ചിയും മോളിയാൻറ്റിയും കൂടെ കൊണ്ടുപോയി. പ്രദീപിനെ പലവട്ടം വിളിച്ചിട്ടും കിട്ടിയില്ല. ഓഫീസിൽ രാജൻ ചേട്ടൻ വന്നപ്പോൾ നേരത്തെ ഇറങ്ങിയെന്നും അറിഞ്ഞു. ഇപ്പോൾ തിരിച്ചു വന്നതേ ഉള്ളൂ ചേട്ടൻ. ലത ചേച്ചിയുടെ ഭർത്താവ് രാജൻ ചേട്ടൻ അപ്പോഴേക്കും മുറ്റത്തെത്തി. എവിടൊക്കെ തിരഞ്ഞടോ? തൻ്റെ ഫോണും ഓഫ്. താൻ പേടിക്കണ്ട, ഇപ്പോൾ ഹോസ്പിറ്റലിൽ സുരഭിയുടെ വീട്ടുകാരൊക്കെ എത്തിക്കാണും. അറിയിച്ചിട്ടുണ്ട്. വാ, അങ്ങോട്ട് പോകാം. വണ്ടി ഓടിക്കാൻ വയ്യ, കൈയും കാലും തളരുന്നു. രാജൻ ചേട്ടൻ്റെ കൂടെ കാറിലിരിക്കുമ്പോൾ അവളുടെ മുഖവും ആ മുഖത്തെ ക്ഷീണവും കണ്ണു നിറയിച്ചു. വയറ്റിലൊരു മുഴ, അതാണ് ബ്ലീഡിംഗ് ആയത്. അത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യണമായിരുന്നു. ആ നിമിഷങ്ങളിലൊക്കെയും കുറ്റബോധത്താൽ മനസ്സ് നേറി. അവളുടെ വീട്ടുകാരുടെ ചോദ്യങ്ങൾക്കൊക്കെയും എന്തൊക്കെയോ മറുപടി നൽകി. മക്കൾ പരിഭ്രാന്തരായിരുന്നു. അവരെ ചേർത്ത് പിടിച്ച് തിയേറ്ററിന് മുൻപിലിരിക്കുമ്പോൾ അവളെ ഒരു വട്ടം കാണാൻ ഉള്ളു തുടിച്ചു. പോസ്റ്റ് ഓപ്പറേഷൻ റൂമിന് വെളിയിൽ ചില്ലുവാതിലിലെ കർട്ടൻ മാറ്റി ആ മുഖം കാണിച്ചു തന്നപ്പോൾ അറിയാതെ വിതുമ്പിപ്പോയി. കുറുമ്പത്തി ശാന്തമായി മയങ്ങുന്നു. ഈശ്വരൻ രക്ഷിച്ചു. പിറ്റേന്ന് റൂമിലേക്ക് മാറ്റിയപ്പോൾ അടുത്തിരുന്ന് ആ കൈകൾ ചേർത്ത് പിടിച്ച് കണ്ണുകൾ കൊണ്ട് മാപ്പ് പറഞ്ഞു. എന്തിനാ പ്രദീപേട്ടൻ കരയുന്നത്? എല്ലാം എൻ്റെ തെറ്റാ. മരണത്തെ മുമ്പിൽ കണ്ടപ്പോൾ എൻ്റെ പ്രദീപേട്ടനും മക്കൾക്കൊപ്പം ഒരു ദിവസം കൂടെയെങ്കിലും തരണേ എന്നാ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചത്. ഒരു കൊച്ചു കുട്ടിയെപ്പോലെ അവൾ അത് പറയുമ്പോൾ അറിയാവുന്ന അമ്പലത്തിലെല്ലാം ഞാൻ നേർച്ച നേരുകയായിരുന്നു എൻ്റെ ജീവനെ തിരിച്ചു തന്നതിന്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.